രാജ്യത്തെ ദൈവദത്തമായ സ്വാതന്ത്ര്യം, ദൈവദത്തമായ വായു, ദൈവദത്തമായ വെള്ളം ഇവിടെ ആർക്കൊക്കെ ലഭ്യമാണോ അവർക്കൊക്കെ ലഭ്യമാകുന്നത് പോലെ ഓരോ മുസൽമാനും, ഓരോ പിന്നോക്ക വിഭാഗക്കാരനും, ഓരോ ദളിതനും ആസ്വദിക്കുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അവിശ്രാന്തമായി, നിതാന്തമായി, ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധമായ ഒരു മുന്നേറ്റമാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാബരി മസ്ജിദ് മറക്കില്ല. ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ രാജ്യത്ത് നീതി നടപ്പാവില്ല എന്നാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ കർമ്മഭൂമിയിലേക്ക് കാലം പകർന്നു നൽകിയ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്ത്, അനീതിയുടെയും അപമാനത്തിന്റെയും അമിതഭാരത്താൽ ചലനമറ്റുപോയ ഒരു സമൂഹത്തെ കാലത്തോടും രാജ്യത്തോടുമൊപ്പം കൈപിടിച്ചു നടത്താനുള്ള ഈ ചരിത്ര ദൗത്യത്തെ കള്ളങ്ങളുടെ പെരുമ്പറകൾ കൊണ്ട് ആർക്കാണ് തടഞ്ഞു നിർത്താനാവുക? ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുള്ള ജനതയാണ് ഏതൊരു രാജ്യത്തിന്റെയും ശക്തിയും സമ്പത്തുമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നു. അപമാനിച്ചും പൊതുജീവിതത്തിൽ ഇടം നിഷേധിച്ചും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗത്തെ ദുർബലപ്പെടുത്താൻ കച്ചകെട്ടിയിറങ്ങിയവർ യഥാർത്ഥത്തിൽ അപകടപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ താൽപര്യങ്ങളെയും ഭാവിയെയുമാണ്. ഈ യാഥാർത്ഥ്യം ഓരോ ഇന്ത്യക്കാരനെയും വിളിച്ചുണർത്തി ബോധ്യപ്പെടുത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്. ക്ഷമാപണത്തിന്റെയും സ്തുതിയുടെയും അശ്ലീലതയാർന്ന ശീലുകളല്ല, അധികാരത്തിന്റെ അരങ്ങുകളിൽ കെട്ടിയാടുന്ന കപടവേഷങ്ങൾക്കു നേരെ ഉയർന്നു പൊങ്ങുന്ന ചോദ്യശരങ്ങളുമായാണ് ഈ ദൗത്യസംഘം അതിന്റെ പ്രയാണം തുടരുന്നത്. കാപട്യം സാർവത്രികമാകുമ്പോൾ സത്യം പറയുന്നത് തന്നെ ഒരു ദൗത്യ നിർവഹണമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നു. ഭരണകൂട തിട്ടൂരങ്ങളെ ധീരമായി തിരസ്കരിച്ചുകൊണ്ട് കേരളത്തിലെ 3 കേന്ദ്രങ്ങളിൽ വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന റാലികളും സമ്മേളനങ്ങളും അധികാര കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. ഈ സമ്മേളനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ നയനിലപാടുകൾ അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം വിശദീകരിക്കുകയും ചെയ്തു.